ചേച്ചി ചേച്ചി ബാ പോവാം. ഞാനേ ഇതൊന്നും ഒതുക്കി വെക്കട്ടെ കേട്ടാ, അല്ലെങ്കിൽ അമ്മ വരുമ്പോ നല്ല രസമായിരിക്കും. രസം എങ്ങനെയുണ്ട്? അയ്യോ എന്റെ സുന്ദരിക്കുട്ടി എന്തിട്ടാലും മുടുക്കിയല്ലേ, ഭയങ്കര ഭംഗിയാണല്ലോ കാണാൻ. കേശു ചേട്ടൻ റെഡി ആയില്ലേ അവൻ? അതോ സേവാ കേന്ദ്രത്തിൽ പോയാ? ഇല്ല. പോയില്ലേ? ഇല്ല. ചേച്ചി ആഹാ ചേച്ചി ഇപ്പോഴും അടുക്കള നിൽക്കണോ? ചേച്ചിയുടെ കാര്യം പറഞ്ഞ അമ്മയെക്കാളും കഷ്ടമാണ് കേട്ടോ. എടാ ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതാടാ, അല്ലെങ്കിൽ അത് അമ്മ വരുമ്പോഴത്തേക്കും ചീത്തളി മൊത്തം എനിക്കായിരിക്കും. അത് ശരിയാണ്. ആ ഇപ്പൊ നമ്മളെ ഈ സിനിമയ്ക്ക് പോകണമെന്നുള്ള കാര്യമാണ് അമ്മ അറിഞ്ഞ ശേഷം നല്ല ദേഷ്യത്തിലായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ എന്തായാലും അമ്മ വരുമ്പോഴത്തേക്ക് എനിക്ക് വഴക്ക് ഉറപ്പാണ്. എനിക്കും കിട്ടുമല്ലോ. കിട്ടുമല്ലോ. എനിക്ക് വഴക്കില്ല, അടിയേ ഉള്ളു. അത് നിന്റെ കയ്യിരിപ്പ് വിശേഷമാണല്ലോ. വിശേഷം. ചേച്ചി അമ്മ വിളിച്ചു? ചേച്ചി വിളിച്ചില്ല. നീ അച്ഛനെ വിളിച്ചാ? ഇല്ല. അല്ല ചേച്ചി അമ്മയെ വിളിച്ചതിന് ശേഷം ഞാൻ അച്ഛനെ വിളിക്കാന്ന് വിചാരിച്ചു. ഇനിയിപ്പോ എന്തായാലും അച്ഛനെ വിളിക്കുമ്പോ കേൾക്കാം. അച്ഛൻ ഏത് സൈറ്റിലാണാവോ എന്തോ. ഇനിയിപ്പോ ടൗണിന്റെ അടുത്തുള്ള സൈറ്റ് ആണെങ്കിൽ സിനിമയ്ക്ക് പോണ കാര്യം പറഞ്ഞാൽ ഓടിച്ചാടി വരും. കറക്റ്റ്. ഇനിയിപ്പോ ആശ 2 ദിവസത്തേക്ക് എന്റെ അടുത്ത് പണക്കായിരിക്കും. സാധാരണ ഞാനും അച്ഛനും ആണല്ലോ യാത്ര. എന്തായി നീ ഇപ്പഴും ഇവിടെ കിടന്ന് തിരിഞ്ഞു കളിക്കാണ? ചേട്ടാ ഞാൻ കിച്ചനൊന്ന് ഒതുക്കിയതാ. അമ്മേനെ വിളിക്ക്. നീ വിളിച്ചില്ലേ? ചേട്ടൻ വിളിക്ക്. അമ്മയെ ചേട്ടൻ വിളിച്ചാലേ ശരിയാവത്തുള്ളൂ. പിള്ളേരുടെ കാര്യം ഞാൻ നിന്നെ വിളിക്കണം. ഏട്ടന്ന് വിളിക്കേ. വിളിക്കാടി. അമ്മ അതെ, ഞാനിന്ന് ഉച്ചയാകുമ്പോഴേക്കും ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തി. അപ്പൊ പിള്ളേർക്കൊക്കെ ഭയങ്കര ആഗ്രഹം സിനിമയ്ക്ക് പോകണം. അപ്പൊ ഞാൻ കൊണ്ടുപോവാന്ന് വിചാരിച്ച്. പാവല്ലേ? ഞാൻ തിരിച്ച് ഞങ്ങള് 6-7 മണിക്കുള്ളിൽ എത്തും അല്ലേ? അതെ, ഈവനിങ് ആകുമ്പോഴേക്കും എത്തും. അത് പിന്നെ ഞങ്ങള് രാവിലെ പ്ലാൻ ചെയ്ത്. അപ്പൊ അങ്ങനെ ഞാൻ ഉച്ചക്ക് ഇങ്ങോട്ട് വന്ന്. ആമാ ഓക്കെ. അമ്മ നോക്കി എല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് വിളിക്കുകയാണെന്നല്ലേന്ന്. ഇനിയിപ്പോ വരുമ്പോ വായുന്ന എന്തെങ്കിലുമൊക്കെ കേൾക്കാം. അത് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാലോ. അല്ല അമ്മ ഇപ്പൊ ഓക്കെ പറഞ്ഞില്ലേ? ഓക്കെ പറഞ്ഞു. ആ ചേട്ടൻ കുറച്ച് കഴിയുമ്പോ ഒന്ന് സോപ്പിട്ട് സംസാരിച്ചാൽ. സോപ്പിട്ട് സംസാരിക്കാം, ടാസ്ക് ആണ്, എന്നാലും നോക്കാം. അയ്യോ അച്ഛൻ്റെ അടുത്തും കൂടി പറയണോ, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ശിവതാണ്ഡവം കളിക്കും. ശിവതാണ്ഡവം. അതെ, അച്ഛൻ തൃക്കണ്ണൂറും നമ്മളെല്ലാം ഭസ്മം. അല്ല ഡാഡി കൂൾ. അതെ, ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. ഞാൻ വീട്ടിലോട്ട് വന്നപ്പോഴേ പാറുവിന് പുറത്തൊന്ന് ഇറങ്ങണമെന്ന്. അപ്പൊ ഞാൻ പുറത്ത് കൊണ്ടുപോകാന്ന് വിചാരിച്ച്. കൊണ്ടുപോണ്ടെന്ന് അല്ല, അങ്ങനെയല്ല, പാവല്ലേ. അല്ല പാറു ബോറടിച്ചിട്ടാ. ഞാൻ ലച്ചുവിൻ്റെ കൊടുക്കാം. നൈസായിട്ട് പണിയാന്നല്ലേ. നമ്പർ അതൊക്കെ നോക്കാം. എന്തോന്ന് വെച്ചാ എന്റെ അച്ഛൻ അവളെ കൊണ്ടുപോകത്തൂല, എന്നിട്ട് ബാക്കിയുള്ളവർ കൊണ്ടുപോകുന്ന വെച്ചാൽ അതിന് സമ്മതിക്കൂലേ? അന്നൊരു അച്ഛന് കാര്യം ചെയ്, നാളെ അച്ഛൻ ലീവ് എടുക്ക്, എന്നിട്ട് അവളെ പുറത്തു കൊണ്ടുപോകും. കൊണ്ടേക്കോളാനാ? ഓക്കെ. ഇല്ല അധികം ലേറ്റ് ആവില്ല. അവളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം, ഒരു കുഴപ്പമുണ്ടാവില്ല. എന്നാ ശരി, താങ്ക് യു. നമ്പർ സെറ്റ്. എല്ലാത്തിനും എന്റെ പേരെന്തിനാ പറയുന്നത്? ഇപ്പൊ തൽക്കാലത്തിന് നീയാണ് ഞങ്ങളുടെ അപ്പൊ എങ്ങനെ പോവാ? അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ സിബ്ലിക്സ് എല്ലാരും കൂടെ അടിച്ച് പൊളിക്കാൻ പോകുന്നു. ബ്രദേഴ്സ് ഫോളോ മീ. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ചേട്ടാ, ആ വണ്ടി ചേട്ടൻ വന്നോ? ഓട്ടോ ചേട്ടായി. ഓട്ടോ ചേട്ടൻ വന്നിട്ടില്ല. ആ സതീശനല്ലോ വിളിച്ചാൽ മതിയായിരുന്നു. അത് അങ്ങനെ ഓട്ടം പോയിരിക്കല്ലേ വേറെ, പിന്നെ എങ്ങനെ അതാ വിളിച്ചിട്ട് കിട്ടാത്തത്? ഈ ഒരു മിനിറ്റ്, ഞാനേ പൈസ എടുത്തിട്ട് വരാട്ടാ. നിന്റെ കാർഡില്ലേ? കാർഡുണ്ട്, പക്ഷെ ഞാൻ ലിക്വിഡ് ക്യാഷ് എടുത്ത് വെക്കാറുണ്ട്. അത് നല്ല കാര്യം, ഇല്ലെങ്കിൽ ചില സമയം പെട്ടു. പാറു, പിന്നെ എന്റെ അടുത്ത് പ്രത്യേകിച്ച് ഒരു കാര്യം ഞാൻ പറയാം. ആവശ്യമുള്ള സാധനം മേടിച്ചു തരും. അനാവശ്യമായിട്ടുള്ള സാധനം വേണമെന്ന് പറഞ്ഞ് കരഞ്ഞാണ്ടല്ല, പിന്നെ എവിടെയും കൊണ്ടുപോലെ നല്ല അടിയും കിട്ടും കേട്ടല്ല. എന്തൊരു വായട് അടി. അയ്യോ, ഡയലോഗ് അടിക്ക് ഒരു കുഴപ്പമില്ല, പക്ഷെ ആ കയ്യിരിപ്പാ. പക്ഷേ ഒരു കാര്യം പറയാം, സിനിമ കണ്ടു കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നോളാം. അല്ലാതെ അവിടെ പോണം ഇവിടെ പോണം എന്നൊക്കെ പറഞ്ഞ് കീറിയാണ്ടല്ലോ, നല്ലത് കിട്ടും. അറിയാല, 7 മണിക്ക് മുന്നേ നമുക്ക് വീടെത്തണം. ഇല്ലെങ്കിൽ പിന്നെ അച്ഛനും അമ്മയും നമ്മൾ എവിടെയും കൊണ്ടുപോകില്ല, വിടത്തൂല. ഇല്ലടാ, വിളിച്ചില്ല. പിന്നെ നമ്മളിങ്ങനെ ഇടയ്ക്കിടെ കറങ്ങാൻ പോകുന്നത് നല്ലതാ കേട്ടോ. നമ്മുടെ ഈ വർക്ക് സ്ട്രെസ് ഒക്കെ ഒന്ന് കുറയും. ആണോ? ചേട്ടാ, ഞങ്ങൾ പുറത്തോട്ട് വരാം. ഓക്കെ, എടാ ഒരു മിനിറ്റ്. കുഴിപ്പടത്തെ അമ്മ വിളിക്കണ്ടല്ലോ. ഇട്. അമ്മ അടുത്ത് സിനിമയ്ക്ക് വന്നപ്പോ കാര്യം പറയാല്ലേ? എടുത്തു പറഞ്ഞു.
ആ അമ്മ, ഞാൻ ഇവിടെ വീട്ടിലുണ്ടല്ലോ. ഇല്ല, ഞാനും കേശും ചേട്ടനും കൂടെ ഒന്ന് ജസ്റ്റ് പുറത്തു പോവാൻ വേണ്ടിട്ട് ഇരിക്കുവായിരുന്നു. ആ അയ്യോ, എന്നിട്ട് ആണോ? അല്ല, മരുന്ന് കഴിച്ചിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? ആ അല്ല, അമ്മ ഹോസ്പിറ്റലിൽ പോയില്ലേ അപ്പോ? ആ ഓക്കെ, എന്നാ അച്ഛൻ്റെ അടുത്ത് റെസ്റ്റ് എടുക്കാൻ പറയട്ടെ അമ്മ. ഞാൻ വരണോ അങ്ങോട്ട്? ശരി അമ്മ, ശരി. എന്ത് ചേച്ചി? അവിടെ സിദ്ധുവിന്റെ അച്ഛന് പെട്ടെന്ന് വയ്യാണ്ടായിരുന്നു. വയ്യണ്ടായിരുന്ന എന്താ പറ്റിയത്? തളർച്ചയാടാ. ഈ സോഡിയത്തിന്റെ അളവ് കുറയുമ്പോ തളർച്ച പോലെയൊക്കെ ഫീൽ ചെയ്യൂലോ. ആ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാണ്. അത് മാത്രല്ല, വേറെ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടെന്നാ പറയണേ. എന്ത് ചെയ്യണ്ട, ഇനിയിപ്പോ സിനിമയ്ക്ക് പോണോ? അല്ല, പോണെങ്കി പോവാ, ചേട്ടൻ പറ. അല്ല, കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമുണ്ടോ? വലിയ സീരിയസ് ആണോ? അങ്ങനെയായിട്ട് പറഞ്ഞില്ല. സിദ്ധുവിന്റെ അമ്മ ജസ്റ്റ് നമ്മളെ വിളിച്ച് അറിയിച്ചു എന്നേ ഉള്ളൂ. ആ അത്രല്ലേ ഉള്ളൂ. വേറെ ടെൻഷൻ അടിക്കാനില്ലെങ്കിൽ നമുക്ക് സിനിമയ്ക്ക് പോവാലോ. ടെൻഷൻ അടിക്കാനില്ലെങ്കിൽ. എന്റെ മൂഡ് മൊത്തം പോയിന്നേ. നമുക്ക് പോവാം. പോവാടി. നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ സിനിമയ്ക്ക് പോയിട്ട് ഞാൻ പൈസ തരാം. ഇനിയിപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാന്നും പറഞ്ഞ സിദ്ധുവിന്റെ അമ്മ വിളിച്ചാൽ എനിക്ക് പോകേണ്ടി വരില്ലേ? ആ എന്ത് പരിപാടി ചേച്ചി? നമ്മൾ ഇത്ര നേരം ഒരുമിച്ചല്ല പ്ലാൻ ചെയ്തത്. അപ്പൊ പോകുന്നുണ്ടെങ്കിൽ ഒരുമിച്ചല്ല ഏട്ടാ. അത് പിന്നെ അത്രേ ഉള്ളൂ. എടി, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് പോവാടി സിനിമയ്ക്ക്. അത് തന്നെ, പോയേക്കാം അല്ലേ? എന്നാ പിന്നെ താല്പര്യപ്പെട്ട് ഇറങ്ങിയതല്ലേ, പോവാന്നാ. നിക്ക് നിക്ക് നിക്ക്, നീ ആകെ മൂഡ് ഓഫ് ആയില്ലേ? ഞാനും മൂഡ് ഓഫ് ആയി. ഇതിപ്പോ നമ്മൾ ഇതുപോലെ പ്ലാൻ ചെയ്ത് ഇറങ്ങിയ ശേഷം നമ്മുടെ അച്ഛന് ഇതുപോലെ വയ്യാണ്ടായി കഴിഞ്ഞാൽ നമ്മൾ സിനിമയ്ക്ക് പോവൂ? അതൊരിക്കലും ഇല്ല. അവിടെ ഇപ്പൊ അമ്മ മാത്രല്ലേ ഉള്ളൂ. ഇതിപ്പോ കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും അമ്മയുടെ മനസ്സിൽ ഭയം കാണും. അത് പിന്നെ എന്തായാലും ഉണ്ടാവൂലേ. അപ്പൊ പിന്നെ ഈ അവസരത്തിൽ നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർക്കൊരു ധൈര്യമാവൂലേ? ആ അതാണ് ലച്ചു, സിനിമയല്ല വലുത്, നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവരാണ് വലുത്. അതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുഴിപ്പാലത്ത് പോവാം. ഇനിയിപ്പോ രാത്രി നമ്മൾ വരാൻ ലേറ്റ് ആവുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ ഇങ്ങോട്ട് വരാം. ഓഫ് കോഴ്സ്, വൈ നോട്ട്? അമ്മയ്ക്കും സന്തോഷമാവുമായിരിക്കും അവിടുത്തെ. ആ നമുക്കൊരു കാര്യം ചെയ്യാം, കുഴപ്പമുള്ളത്തെ എത്തിയിട്ട് നമുക്ക് അമ്മയെ അച്ഛനോട് വിളിച്ച് പറയുന്ന കാര്യം. അത് മതിയല്ലേ? അന്ന് പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. കുഴിപ്പള എങ്കിൽ കുഴിപ്പള. വാ, വണ്ടി ഇട്. നടക്കും നടക്കും നടക്കും.